ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഫിഫ വേൾഡ് കപ്പിന് വേണ്ടി. ഇനി വെറും 10 ദിവസം മാത്രമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. ലോകം അക്ഷമരായി കാത്തിരിക്കുകയാണ്. ഫുട്ബോൾ ആരാധകരെ, ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തരായ 2 ദേശീയ ടീമുകളാണ്. ഒന്ന് ഇംഗ്ലണ്ട് നാഷണൽ ടീമും മറ്റൊന്ന് അർജന്റീനയും. ഈ 2 ടീമുകളുടെയും ഏറ്റവും ബെസ്റ്റ് 11നെയാണ് നമ്മൾ ഇന്ന് താരതമ്യം ചെയ്യാൻ പോകുന്നത്. നിലവിൽ ഒരു വശത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും മറുവശത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ടാലന്റ് പൂളുമായി വരുന്ന ഇംഗ്ലണ്ടുമാണ്. വേൾഡ് കപ്പിൽ ഇങ്ങനൊരു മത്സരം വന്നാൽ അത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗോൾ കീപ്പർ മുതൽ മുന്നേറ്റ നിര വരെ ഓരോ സ്ഥാനവും പ്രത്യേകം പരിശോധിച്ച് ആരാണ് മുന്നിൽ, ആരുടേതാണ് ഏറ്റവും മികച്ച 11 നോക്കാം. ആദ്യം നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടേത് നോക്കാം. ഗോൾ കീപ്പറായിക്കൊണ്ട് അർജന്റീനയുടെയും സ്കലോണിയുടെയും എല്ലാം ഫസ്റ്റ് ചോയ്സ് ഓപ്ഷൻ എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും അർജന്റീനയുടെ ഗോൾ കീപ്പർ സ്ഥാനത്ത്. ഇനി സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്റ്റ്യൻ റൊമേറോയുമാണ്. ഇരുവരും പരിക്കിന്റെ പിടിയിലാണെങ്കിലും വേൾഡ് കപ്പിൽ ശക്തമായി തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി റൈറ്റ് ബാക്ക് പൊസിഷനിൽ നൗഹേൽ മൊളിനയും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയുമായിരിക്കും. ഇനി അർജന്റീനയുടെ മധ്യനിര നോക്കുകയാണെങ്കിൽ 4-3-3 എന്ന പൊസിഷനാണ് ഇറങ്ങുന്നതെങ്കിൽ 3 പേർ. റോഡ്രിഗോ ഡിപ്പോളും എൻസോ ഫെർണാണ്ടസും അലക്സിസ് മാക്കലിസ്റ്ററിനുമാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഒരുപക്ഷെ ഈ ഒരു സെൻട്രൽ മിഡ്ഫീൽഡറെ മാറ്റിക്കൊണ്ട് DMF കളിക്കുന്ന ലിയാൻഡ്രോ പാരഡസിനെ ഇറക്കാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിലും ആദ്യത്തെ ഫസ്റ്റ് 11ലെ ഏറ്റവും ബെറ്റർ ചോയ്സ് സ്കലോണിക്ക് കീഴിൽ ഈ 3 താരങ്ങൾ തന്നെയായിരിക്കും. ഇനി മുന്നേറ്റ നിരയിൽ ശക്തമായ മുന്നേറ്റ നിരയാണ് നിലവിൽ അർജന്റീനക്കുള്ളത്. മുന്നേറ്റ നിരയിൽ റൈറ്റ് വിങ്ങിൽ സൂപ്പർ താരമായ ലിയോ മെസ്സി ആയിരിക്കും. സെൻട്രൽ ഫോർവേഡ് പൊസിഷനിൽ ലൗതാരോ മാർട്ടിനസും പിന്നെ മറ്റൊരു വിങ്ങിൽ ഹൂലിൻ അൽവരസുമായിരിക്കും അർജന്റീനയുടെ മുന്നേറ്റ നിര നയിക്കുക. ഒരു ശക്തമായ 11നുമായിട്ടാണ് ഇത്തവണ നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ വരവ്. ഇനി പറയാൻ പോകുന്നത് യൂറോപ്യൻ ഫുട്ബോളിലെ തന്നെ ഏറ്റവും മികച്ച താരനിരയുള്ള ഈ വേൾഡ് കപ്പിനെ വിറപ്പിക്കാൻ ശേഷിയുള്ള ഇംഗ്ലണ്ട് നാഷണൽ ടീമിനെ കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പറായിക്കൊണ്ട് അവർ ഫസ്റ്റ് ചോയ്സായി സ്ഥാനം കൊടുക്കുക ജോർദാൻ പിക്ഫോർട്ടിന് തന്നെയായിരിക്കും. ഇത്തവണയും പിക്ഫോർട്ട് ആയിരിക്കും ഗോൾ വലയിലെ ഫസ്റ്റ് ചോയ്സ്. ഇതിനാണ് സാധ്യത. ഇനി പ്രതിരോധത്തിൽ സെൻട്രൽ ബാക്കായി ജോൺ സ്റ്റോൺസും മാർഗോയും. നിലവിൽ പരിശീലകനായ തോമസ് തുഷലിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ഈ 2 താരങ്ങളാണ്. ഇനി വലത് വിങ്ങിൽ ജെയിംസ് ആയിരിക്കും. ഇനി ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ ലെവിസ് ഹാളുമായിരിക്കും. ഒരു തകർപ്പൻ പ്രതിരോധ നിര തന്നെ. DMF CMF പൊസിഷൻ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് സെൻട്രൽ മിഡ്ഫീൽഡർമാരാണ് നിലവിൽ ഇംഗ്ലണ്ട് നാഷണൽ ടീമിനൊപ്പമുള്ളത്. ഒരാൾ ആർസണൽ സൂപ്പർ താരം ഡിക്ലാൻ റൈസ്, മറ്റൊരാൾ റയൽ മാഡ്രിഡിന്റെ സൂപ്പർ താരമായ ജൂഡ് ബെല്ലിംഗ്ഹാം. ഒരു നമ്പർ 10 പൊസിഷനിൽ യുവ സൂപ്പർ താരമായ മോർഗൻ റോഗസ് ആയിരിക്കും. നിലവിൽ കോൾ പാൽമർ ആയിരുന്നു അവിടെ ഉണ്ടാകുമെന്ന് പലരും കരുതിയിരുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തോമസ് ടുഷാൽ അദ്ദേഹത്തെ ടീമിൽ പോലും എടുത്തില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആസ്റ്റൺ വില്ലക്കായി കളിച്ചുകൊണ്ടിരിക്കുന്ന യുവതാരം മോർഗൻ റോഗസ് ആയിരിക്കും ഒരു നമ്പർ 10 പൊസിഷനിൽ കളിക്കുക. ഇനി വലത് വിങ്ങിൽ മുന്നേറ്റ നിരക്ക് ചുക്കാൻ പിടിക്കാൻ ബുക്കിയോ സാഗി ഉണ്ടാകും. ഇടത് വിങ്ങിലെ മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ആന്റോണിയോ ഗോർഡനും ഉണ്ടാകും. ഒരു തകർപ്പൻ മുന്നേറ്റ നിരക്ക് ഗോളടി മികവിന് ആക്കം കൂട്ടാൻ ലോകത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ഫോർവേഡായ ഹാരി കെയ്ന് മുന്നേറ്റ നിര ഭരിക്കാൻ ഇംഗ്ലണ്ടിനൊപ്പം ഉണ്ടാകും. ഒരു തകർപ്പൻ മുന്നേറ്റ നിര തന്നെ. ഇനി ഓരോ പൊസിഷനിലും ഏത് ടീമിന്റെ താരങ്ങളാണ് മികച്ചതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഗോൾ കീപ്പിംഗിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇംഗ്ലണ്ടിന്റെ ഗോൾ കീപ്പറായി ജോർദാൻ പിക്ഫോർട്ട് വർഷങ്ങളായി സ്ഥിരത പുലർത്തുന്ന ഗോൾ കീപ്പറാണ്. റിഫ്ലക്സ് സേവുകളും ലോങ് പാസുകളും ബോക്സിലെ നിയന്ത്രണം എന്നിവയിൽ അദ്ദേഹം മികച്ച ഗോൾ കീപ്പറായി തുടരുന്നു. എന്നാൽ എമിലിയാനോ മാർട്ടിനസിന്റെ പീക്ക് ടൈമാണിത്. വലിയ മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം അതിശയകരമാണ്. 21 കോപ്പ അമേരിക്ക, 22 വേൾഡ് കപ്പ്, 24 വീണ്ടും കോപ്പ അമേരിക്ക എന്നിവയിൽ നിന്നെല്ലാം അദ്ദേഹം നിർണായക ഘട്ടങ്ങളിൽ ടീമിനെ രക്ഷിച്ചു. പ്രത്യേകിച്ച് പെനാൽറ്റി ഷൂട്ടൌട്ടുകളിൽ ലോകത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് എമിലിയാനോ. പെനാൽറ്റി തടയാൻ മാനസിക ശക്തി, വലിയ മത്സരങ്ങളിലെ പ്രകടനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ എമിലിയാനോ മാർട്ടിനസിന് ജോർദാൻ പിക്ഫോർട്ടിനേക്കാൾ കൂടുതൽ മാർക്ക് നമുക്ക് നൽകാം. ഗോൾ കീപ്പിംഗിൽ അർജന്റീനക്കാണ് മുൻതൂക്കം. ഇനി പ്രതിരോധം നോക്കാം. ഇംഗ്ലണ്ടിന്റെ പ്രതിരോധത്തിൽ ജെയിംസ്, മാർക്കോ ഗുഹോ, ജോൺ സ്റ്റോൺസ്, ലൂയിസ് ഹാൾ എന്നിവരാണ്. അർജന്റീനയുടേത് മൊളീന, റൊമീറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ടാഗ്ലിയാഫിക്കോ. ഇംഗ്ലണ്ടിന്റെ പ്രതിരോധം കൂടുതൽ ടെക്നിക്കലാണ്. ജോൺ സ്റ്റോൺസ് ബിൽഡപ്പിൽ ലോകത്തിലെ മികച്ച സെൻട്രൽ ബാക്കുകളിൽ ഒരാളാണ്. റീംസ് ജെയിംസ് ഫിറ്റാണെങ്കിൽ ആക്രമണത്തിലും പ്രതിരോധത്തിലും വലിയ ആയുധമാണ്. നിലവിൽ അർജന്റീൻ പ്രതിരോധം ടെക്നിക്കലി മികവിനേക്കാൾ പോരാട്ട വീര്യത്തിലാണ് പ്രശംസ.
റൊമേറോയും ലിസാൻഡ്രോയും എതിരാളികളെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന തരത്തിലുള്ള ഡിഫൻഡർമാരാണ്. നല്ല അഗ്രസീവ് ഡിഫൻഡർമാർ. എതിർ ടീമിന്റെ മുന്നേറ്റ നില താരങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിക്കൊണ്ട് പ്രഷർ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് മത്സരം നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഡിഫൻഡർമാരാണ് നിലവിൽ ഇംഗ്ലണ്ടിനൊപ്പമുള്ളത്. പോരാട്ട വീര്യത്തിൽ അർജന്റീൻ ഡിഫൻസ് ഒട്ടും കുറവല്ല. എങ്കിലും ചെറിയ വ്യത്യാസം ഡിഫൻസിൽ ഇംഗ്ലണ്ടിനാണ് കൂടുതൽ മുൻതൂക്കം. അങ്ങനെ ഡിഫൻസിന്റെ കാര്യത്തിൽ അർജന്റീനയേക്കാൾ അല്പം മുൻതൂക്കം ഇംഗ്ലണ്ടിന് തന്നെയാണ്. ഇനി ഇരു ടീമുകളുടെയും മധ്യനിര നോക്കാം. മധ്യനിരയിൽ കൂടുതൽ ആധിപത്യം ആർക്കാണ് പുലർത്താനാവുക? ഏത് ടീമിന്റെ സ്ക്വാഡാണ് മധ്യനിരയിൽ ഏറ്റവും മികച്ചത്? നമുക്ക് നോക്കാം. മധ്യനിരയിൽ ഇംഗ്ലണ്ടിനായി മോർഗൻ റോഗസ്, ജൂഡ് ബെല്ലിംഗ്ഹാം, ഡിക്ലാൻ റൈസ് എന്നിവരാണ് ശക്തമായ മധ്യനിര. ഇനി അർജന്റീനക്കായി റോഡ്രിഗോ ഡിപ്പോൾ, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ. ഇതാണ് കടുംപിടുത്തത്തിന്റെ ഭാഗം മധ്യനിര. നിലവിൽ ബെല്ലിംഗ്ഹാം ഈ രണ്ട് ടീമുകളിലെയും ഏറ്റവും ഉയർന്ന സീലിംഗ് ഉള്ള മിഡ്ഫീൽഡറാണ്. റൈസ് ആകട്ടെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർമാരിൽ ഒരാൾ. നമ്പർ 10 പൊസിഷനിൽ ഇംഗ്ലണ്ടിനായി മോർഗൻ റോഗസ് ആണ് കളിക്കുന്നത്. എന്നാൽ മധ്യനിര ഫുട്ബോളിൽ 3 മികച്ച കളിക്കാർ ഉള്ളത് കൊണ്ട് മാത്രം മതിയാകില്ല. അവർ ഒരുമിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ് ഏറ്റവും പ്രധാന കാര്യം. അവിടെയാണ് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന മുന്നിൽ വരുന്നത്. ഡിപ്പോൾ ടീമിന്റെ എഞ്ചിനാണ്. പ്രസ്സിംഗ്, നിലവിൽ കവർ ചെയ്യുക, ബാലൻസ് എല്ലാം നൽകുന്നു. എൻസോ കളിയുടെ റിതം നിയന്ത്രിക്കുന്നു. മാക്കലിസ്റ്ററും മികച്ചു തന്നെ നിന്ന് പ്രതിരോധവുമായി ടീമിനെ ബന്ധിപ്പിക്കുന്നു. കഴിഞ്ഞ തവണ ഖത്തർ വേൾഡ് കപ്പിൽ ലോകത്തിലെ മാർക്കറ്റ് വാല്യൂവിൽ ഉയർന്നു നിൽക്കുന്ന പല ടീമുകളുടെയും മധ്യനിര തകർന്നടിഞ്ഞപ്പോഴും മാർക്കറ്റ് വാല്യൂവിൽ ഒരുപാട് താഴെയുള്ള അർജന്റീൻ മധ്യനിരയാണ് ഏറ്റവും മികച്ചു നിന്നത്. മധ്യനിര പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒന്നാണ്. നിലവിൽ വ്യക്തിഗത പ്രതിഭയിൽ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളാണ് ഇംഗ്ലണ്ടിനൊപ്പമുള്ളത്. ടീം എന്ന നിലയിൽ നിലവിൽ അർജന്റീനക്കാണ് അവിടെ മുൻതൂക്കം. ഇതിൽ ആരാണ് മികച്ചതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വ്യക്തിഗത നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടും, ഒരു യൂണിറ്റ് എന്ന നിലയിൽ നോക്കുകയാണെങ്കിൽ അർജന്റീനയും. കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തൂ, ഏറ്റവും മികച്ച മധ്യനിര ആരുടേതാണ്? നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് മുന്നേറ്റ നിര നോക്കാം. മുന്നേറ്റ നിരയിൽ ഇംഗ്ലണ്ടിനായി ആന്റണി ഗോർഡൻ, ഹാരി കെയ്ൻ, ബുക്കിയോ സാഗ. അർജന്റീനക്കായി മെസ്സി, ലൗതറോ മാർട്ടിനസ്, ഹൂലിൻ അൽവരസ്. ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്, ഒരു ജനറേഷന്റെ വ്യത്യാസം തന്നെ. നിലവിൽ മെസ്സി ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർമാരിൽ ഒരാളാണ്. എന്നാൽ ഇപ്പോഴത്തെ ഘട്ടത്തിൽ അദ്ദേഹം 90 മിനിറ്റും അർജന്റീനക്കായി ഉയർന്ന തീവ്രതയിൽ കളിക്കുമോ എന്നത് കണ്ടറിയണം. ഇനി മറ്റൊരാൾ ഹൂലിൻ അൽവരസ് ആണ്. അദ്ദേഹം കഠിനാധ്വാനത്തിന്റെ പാഠപുസ്തകമാണ്. നിലവിൽ മോശമല്ലാത്ത ഫോമിലൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ലൗതറോ മാർട്ടിനസ് തന്റെ പരിക്കുണ്ടായിട്ടും നിലവിൽ സിറിയയിലെ ടോപ്പ് സ്കോററാണ് ലൗതറോ. അദ്ദേഹവും മിന്നും ഫോമിലാണുള്ളത്. മറുവശത്ത് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റ നിര നമുക്ക് നോക്കാം. യുവത്വവും വേഗതയും നിറഞ്ഞ മുന്നേറ്റ നിരയാണ് ഇംഗ്ലണ്ടിൻ്റെത്. സാക്ക ഒരു 1vs1 സ്പെഷ്യലിസ്റ്റ് ആണ്. ഗോൾഡൻ ട്രാൻസിഷനിലെ അതിവേഗമാണ് അദ്ദേഹം കുതിക്കാറ്. നിലവിൽ ലോകത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ഫോർവേഡ് പൊസിഷൻ കളിക്കുന്ന താരം ഹാരി കെയ്നാണ്. അദ്ദേഹം ഇത്തവണയും ഗോൾ അടിച്ചു കൂട്ടുമെന്ന് തന്നെയാണ് എല്ലാവരും കണക്ക് കൂട്ടുന്നത്. മറ്റൊരു മുന്നേറ്റ താരമായ ആന്റോണിയോ ഗോർഡനും മോശമല്ലാത്ത ഫോമിലൂടെ തന്നെയാണ് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സാങ്കേതിക മികവ് കാട്ടുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണെങ്കിലും വേഗതയും ഫിറ്റ്നസും നിലവിലെ ഫിസിക്കൽ സ്ട്രെങ്ത്തും എല്ലാം ഇംഗ്ലണ്ടിന് അനുകൂലമാണ്. നിലവിലെ ഫോമും ശാരീരിക ശേഷിയും കണക്കിലെടുത്താൽ ഇംഗ്ലണ്ടിന് ചെറിയൊരു എഡ്ജ് മാത്രമുണ്ടാകും. ഹൈ പ്രസിംഗ് ഫുട്ബോളിൽ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ യുവനിരയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച യുവനിരയുള്ള ടീമുകളിലൊന്നാണ് ഇംഗ്ലണ്ട്. ഗോൾഡൻ, സാക്ക, ബെല്ലിംഗ്ഹാം, റൈസ് ഇവർ 4 പേരും ചേർന്നാൽ വളരെ ശക്തമായ ഹൈ പ്രസിംഗ് യൂണിറ്റായി മാറുന്നു. അർജന്റീനയുടെ പ്രസ്സിംഗ് കൂടുതൽ സംഘടിതമാണ്. സ്കലോണി ഉണ്ടാക്കിയെടുത്ത ഒരു ശക്തമായ പ്രസ്സിംഗ് യൂണിറ്റ് തന്നെ നിലവിൽ അർജന്റീനക്കുണ്ട്. അതുകൊണ്ട് പ്രസ്സിംഗ് യൂണിറ്റിൽ അർജന്റീനയായിരിക്കും നിലവിൽ ഇംഗ്ലണ്ടിനേക്കാൾ ആധിപത്യം പുലർത്തുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ട്രാൻസിഷൻ ഫുട്ബോളിൽ ആരാണ് മികച്ചത്? അർജന്റീനയേക്കാൾ മികച്ച കൗണ്ടർ അറ്റാക്കുമായി പന്ത് റിക്കവർ ചെയ്തതിനു ശേഷം ആക്രമണത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ പോകുന്നത് ഇംഗ്ലണ്ടിൽ തന്നെയാണ്. സാക്കിയും ഗോൾഡനും തുറന്ന മൈതാനത്ത് വളരെ അപകടകാരികളാണ്. അർജന്റീന കൂടുതൽ നിയന്ത്രിതമായാണ് ആക്രമണങ്ങൾ നയിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സർവാധിപത്യം നിലവിൽ ഇംഗ്ലണ്ടിനൊപ്പമാണ്. ടാക്ടിക്കൽ ഡിസിപ്ലിനിൽ ഇംഗ്ലണ്ടിനേക്കാൾ സർവ്വമുന്നിൽ അർജന്റീനയാണ്. നിങ്ങളുടെ ഒപ്പീനിയനിൽ നിങ്ങൾ പറയൂ, ഇംഗ്ലണ്ടാണോ അർജന്റീനയാണോ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച നേട്ടമുണ്ടാക്കാൻ പോവുക? ആർക്കാണ് കിരീട സാധ്യത കൂടുതൽ? നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോ സ്ക്വാഡിലും ആരാണ് മികച്ചത്? ഓരോ പൊസിഷനിലും ഏത് ടീമിന്റെ താരങ്ങൾക്കാണ് ആധിപത്യം? നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം.